യേശുവിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നിന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിക്കുകയാണ്. മനുഷ്യമക്കളോടുള്ള വലിയ സ്നേഹത്തെ പ്രതി അവരോടൊപ്പം വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോ അന്ത്യത്താഴവേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ അനുസ്മരണം. ഈശോയുടെ ഈ ശരീരം രക്തവും യോഗ്യതയോടെ നാം സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നാം ദൈവത്തിൽ വസിക്കുന്ന അനുഭവമാണ് നമുക്കുണ്ടാവുക. പത്രോസ് ഈശോയെ യോഗ്യതയോടുകൂടി ഈശോയോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. പിന്നീട് പത്രോസിന് ഈശോയെ തള്ളിപ്പറയേണ്ടി വന്നു എങ്കിൽ പോലും ഉള്ളിൽ വസിക്കുന്ന ആ ഒരു ചൈതന്യം പശ്ചാത്തപിക്കാൻ, തെറ്റിനെക്കുറിച്ച് ഹൃദയം നൊന്ത് കരയാൻ, അങ്ങനെ പാപപ്രവൃത്തി ലഭിക്കാൻ ഇടയായി. യൂദാസ് ഈശോയെ ഒറ്റക്കൊടുക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സ്നേഹമില്ലാത്ത ഹൃദയത്തോടെ, അശുദ്ധമായ ഹൃദയത്തോടെയാണ് ഈശോയെ സ്വീകരിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, അവൻ അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവനിൽ സാത്താൻ കയറിയെന്നാണ്. ഈശോയെ സ്വീകരിച്ചിട്ട് പോലും അവനിൽ പ്രവർത്തിച്ചത് സാത്താൻ. തനിക്ക് ശരീരവും രക്തവും പകർന്നു തന്ന ആ ഗുരുവിനെ തന്നെ ഒറ്റുകൊടുക്കുവാൻ അവന് തോന്നി. പിന്നീട് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നതിന് പകരം കുറ്റബോധത്തോടെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.